ഹായ്, ഇന്നാണല്ലോ ബ്രോമൻസ് എന്ന ചിത്രം റിലീസായത്. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയും കൂടിയാണ്. അപ്പോൾ ഒരു പ്രണയ ചിത്രമായിരിക്കും എന്ന് കരുതിയാണ് ബ്രോമൻസ് എന്ന ചിത്രം കാണാനായിട്ട് ഞാൻ തിയേറ്ററിൽ പോയത്. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു തല്ലുമാല സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ. സിനിമയുടെ തുടക്കത്തിൽ ആഷിഖ് ഉസ്മാൻ എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ, പ്രൊഡ്യൂസറുടെ പേര് എഴുതി കാണിച്ചപ്പോൾ തന്നെ, പ്രൊഡക്ഷൻസ് എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് തല്ലുമാലയുടെ പ്രൊഡ്യൂസർ എടുത്ത ചിത്രമാണ് എന്ന്. അപ്പോൾ ഒരു തല്ലുമാല ഒരു ന്യൂജൻ സിനിമയായിരുന്നു. ഒരു സിനിമ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരേ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്ന ഒരു ചിത്രം. അതുപോലെ ഒരു ചിത്രം തന്നെയാണ് ഈ ബ്രോമൻസ് എന്ന ചിത്രവും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സഹോദരൻ, ഇളയ സഹോദരൻ സ്വന്തം മൂത്ത സഹോദരനെ തേടി അലയുന്ന, അവസാനം കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സിനിമയാണ് ബ്രോമൻസ് എന്ന ചിത്രം. അരുൺ ഡി ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി അതായത് ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സംവിധാന ശൈലി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. തുടക്കം മുതൽ സിനിമയുടെ അവസാനം വരെയും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ സിനിമയുടെ ആ ഒരു പോക്ക് അതായത് പുതിയ ആളുകളെ, അതായത് കൗമാരപ്രായക്കാരെ, കോളേജിൽ പഠിക്കുന്നവരെ എല്ലാം ഉന്നമിട്ടാണ് ഈ സിനിമ വന്നിരിക്കുന്നതെന്നുള്ളത് എനിക്ക് ആ മേക്കിംഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ ഒരു ടൈറ്റിൽ സീക്വൻസ് ഉണ്ട്. ടൈറ്റിൽ കാണിക്കുമ്പോൾ ഉള്ള വിഷ്വൽസ് ഗംഭീരമായിട്ടുണ്ട്. സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീൽ ഉണ്ടാക്കുന്നതാണ് ആ ടൈറ്റിൽ വിഷ്വൽസും ആ ടൈറ്റിൽസ് എഴുതി കാണിക്കുമ്പോൾ ഉള്ള ആ സീനുകളും എല്ലാം. തല്ലുമാല സിനിമയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എൻജോയ്മെൻറ്റിന് ഒരു ഫുൾ സ്റ്റോപ്പില്ല ഈ സിനിമയിൽ. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, എൻജോയ്മെൻ്റ് ഉള്ള ഒരു ചിത്രമാണ് ഈ ബ്രോമൻസ് എന്ന ചിത്രം. പിന്നെ ചിത്രത്തിലെ അഭിനേതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ അശോകനുണ്ട്, അതുപോലെ മഹിമ നമ്പ്യാറുണ്ട്, അതുപോലെ ശ്യാം മോഹനുണ്ട്, സംഗീത് പ്രതാപുണ്ട്, പിന്നെ കലാഭവൻ ഷാജോണും ഉണ്ട്. ഇവരുടെ എല്ലാം പെർഫോമൻസ് എടുത്തു പറയേണ്ട ഇത് തന്നെയാണ്. അവരവർക്ക് കിട്ടിയ ക്യാരക്ടർ വളരെ മനോഹരമായി തന്നെ അവർ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്യാം മോഹൻ ചെയ്ത ക്യാരക്ടർ, അതായത് ഈ മാത്യു തോമസിൻ്റെ സഹോദരനായിട്ടാണ് ശ്യാം മോഹൻ വരുന്നത്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയിൽ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മഹിമ നമ്പ്യാറിൻ്റെ അവസാനം ഒരു ക്ലൈമാക്സിൽ ഒരു ആക്ഷൻ സീനുണ്ട്. അതിൽ മഹിമ നമ്പ്യാറിൻ്റെ ഒരു ആക്ഷൻ സീൻ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ ഇംഗ്ലീഷ് സിനിമയിൽ കണ്ടിട്ടുള്ള ചാർലീസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിലുള്ള ഒരു ആക്ഷൻ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും ഈ അരുൺ ഡി ജോസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ചിത്രമാണ് ബ്രോമൻസ്. സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെയും അദ്ദേഹം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഗോവിന്ദ് വസന്തയുടെ സംഗീതം. സിനിമ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മൂവി എന്ന് പറയാൻ പറ്റൂല. ഒരു എൻ്റർടൈൻമെൻറ്റും കോമഡി എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ കണ്ടു തുടങ്ങി തീരുന്നത് വരെയും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെയുള്ള ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും, അതുപോലെ ക്ലൈമാക്സിൽ ഒരു ഗാനമുണ്ട്, ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഒരു പാട്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ ഉള്ളതുപോലെ നമ്മൾ അറിയാതെ തന്നെ ആ മ്യൂസിക്കിൽ ലയിച്ചു പോകുന്ന തരത്തിലുള്ള പാട്ടുമാണ്, അതുപോലെ തന്നെ സംഗീതവുമാണ്, അതുപോലെ തന്നെ നൃത്തവും വളരെ മനോഹരമായിട്ടുണ്ട്. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു വിഷ്വൽസ് വളരെ ഭംഗിയായിട്ട് സംവിധായകൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അഖിൽ ജോർജാണ് ചിത്രത്തിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ വിഷ്വൽസ് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, സിനിമയുടെ തുടക്കം തൊട്ട് ഒടുക്കം വരെ തന്നെ സിനിമ വളരെ നല്ല ഫ്ലോ ആയിട്ട് കണ്ടിരിക്കാൻ ഉതകുന്നതാണ് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്. സിനിമ നമുക്ക് ഒരു മിനിറ്റ് പോലും നമ്മളെ ബോറടിപ്പിക്കാതെ തന്നെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എഡിറ്റർക്കുള്ള പങ്ക് വളരെ വലുതാണല്ലോ. സംവിധായകൻ്റെ മനസ്സിലുള്ള ചിത്രം തിയേറ്ററിൽ കാണിക്കണമെങ്കിൽ എഡിറ്റർക്കുള്ള പങ്ക് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ചമൻ ചാക്കോയെ എടുത്ത് പറയേണ്ട ഒരു വ്യക്തിയാണ് ചമൻ ചാക്കോ എന്ന എഡിറ്റർ. എന്തുകൊണ്ടും ഈ ബ്രോമൻസ് എന്ന ചിത്രം തല്ലുമാല കണ്ട് ആസ്വദിച്ചവരാണെങ്കിൽ അതുപോലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തിയേറ്ററിൽ പോയി കാണുവാൻ, അത് ഒരു ഫാമിലി മൂവിയായിട്ട് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ളവർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ചിത്രമാണ് ഇന്ന് റിലീസായ ബ്രോമൻസ് എന്ന ചിത്രം.